അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇതിപ്പോ ക്ലിഫ് ഹൗസിൽ ഒരു അയ്യപ്പൻ വിളക്ക് നടത്തുന്നതാണ് ഇതിനേക്കാൾ നല്ലത്, അങ്ങനെ ഒരു പാപപരിഹാരത്തിന്റെ പേരിലാണെങ്കിൽ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പരിഹാസം. ഈ നിലയ്ക്ക് സർക്കാർ എന്തിനാണ് ഈ വിഷയങ്ങളെ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്? ഇതൊരു രാഷ്ട്രീയ സംഗമം എന്ന നിലയ്ക്ക് തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണോ? അത് അപ്പോഴത്തേക്ക് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയുള്ള അഭിപ്രായ സ്വരൂപണത്തിനുള്ള വേദി ഒരുക്കുക എന്ന് പറയുന്ന ലക്ഷ്യം അത് നടക്കാതെ പോകുമോ? അല്ല, മൂന്നാളുകൾ ഇപ്പോ ഞങ്ങൾക്കെതിരായിട്ടും ശബരിമലക്കെതിരായിട്ടും ഇവിടെ പറഞ്ഞു. ശബരിമലക്കെതിരായിട്ട് പറഞ്ഞവരോട് മറുപടി പറയാനുള്ള ഒരു അവസരം എനിക്ക് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം പോകട്ടെ. ലോക കേരള സഭ മുടായിപ്പാണെന്ന് ഒരാൾ പറഞ്ഞു. അത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണ്. ലോക കേരള സഭ മാതൃകാപരമാണെന്ന് കേന്ദ്രത്തിന്റെ വിദേശകാര്യ വകുപ്പ് പറഞ്ഞിരിക്കുകയാണ്. അവർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളോടും നിങ്ങളുടെ വിദേശത്തുള്ള ആളുകളെ ഈ തരത്തിൽ അഭിസംബോധന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അത് മുടായിപ്പാകും. പിന്നെ കച്ചവടം. അയോധ്യയില് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ അവിടെ ആരൊക്കെയാണ് റിയൽ എസ്റ്റേറ്റ് ഭൂമി വാങ്ങിച്ചു കൂട്ടിയത്? ഞാൻ BJPയുടെ നേതാവിനെ വെല്ലുവിളിക്കുന്നു ഈ ചർച്ചയിൽ. എവിടെയോ ഭൂമി വാങ്ങിച്ചു കൂട്ടി. ആര്? പിന്നെ റവന്യൂ വകുപ്പിന്റെ ഭൂമി എവിടെ? നിങ്ങളൊരു ചർച്ചയിൽ ഒന്നും പറയാനില്ലെങ്കിൽ തോന്നിവാസം പറയരുത്. 9.5 കൊല്ലത്തിനിടയ്ക്ക് കളങ്കമില്ലാത്തൊരു സർക്കാരാണ്. പ്രതിപക്ഷ നേതാവ് മാത്യു കുഴൽനാടൻ ഞങ്ങളെ നന്നായി സഹായിച്ചു. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒക്കെ ഒത്തിരി കേസ് പോയിട്ട് സർക്കാരിനെതിരെ കേസ് പോയപ്പോ തോറ്റ് തൊപ്പിയിട്ടൊരു പ്രതിപക്ഷമാണ്. കളങ്കമില്ലാത്ത സർക്കാരാണ് 9.5 കൊല്ലമായി കേരളത്തിലെ LDF എന്ന് ഹൈക്കോടതിയുടെ വിധി പലതും വാങ്ങിച്ചു തന്നൊരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. നിങ്ങളുടെ കച്ചവടം, പിന്നെ റവന്യൂ വകുപ്പ്, CPI, പിന്നെ ശബരിമലയിൽ CPM-ന് വികസന താല്പര്യമുണ്ടോ? അവിടെ ശബരിമല ചന്ദ്രാനന്ദൻ റോഡെന്നൊരു റോഡുണ്ട് കേട്ടോ. ആരാണ് ചന്ദ്രാനന്ദൻ? പുന്നപ്ര വയലാർ സമര സേനാനി, ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്. അപ്പൊ ശബരിമലയിൽ ചന്ദ്രാനന്ദൻ റോഡ് ഉണ്ടാക്കുന്ന വികസനത്തിന് നേതൃത്വം കൊടുത്തത് എത്ര കൊല്ലം മുമ്പാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചരിത്രമെങ്കിലും വായിക്കും. നിങ്ങൾ ഈ സുവർണാവസരം തേടി ശബരിമലയിൽ പോയവരല്ലേ? ഞങ്ങൾ സുവർണാവസരം തേടിയല്ല ശബരിമലയ്ക്ക് പോകുന്നത്. ചന്ദ്രാനന്ദൻ റോഡ് ഉണ്ടാക്കിയ ദേവസ്വം ബോർഡിന്റെ അംഗമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചന്ദ്രാനന്ദന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്നത്തെ കാലത്ത് ശബരിമലയ്ക്ക് എന്നാ വേണം? അതുകൊണ്ട് നരേന്ദ്രമോദിയോട് നേരം കിട്ടുമ്പോൾ ചോദിച്ചിട്ട് പറ. തീവണ്ടിപ്പാത ഉണ്ടാക്കുന്ന കേന്ദ്രം ശബരിമലയ്ക്ക് തീവണ്ടിപ്പാത ഉണ്ടാക്കാൻ പകുതി പൈസ കേരളം കൊടുക്കണം. അതെന്ത് ന്യായമാണ്? അങ്ങനെ കൊടുത്തേക്കാവെന്ന് പിണറായി പറഞ്ഞു. എന്നാ പിന്നെ അത് വാങ്ങിച്ചിട്ട് ആ തീവണ്ടിപ്പാതയിൽ നിന്ന് വലിച്ചുകൊണ്ട് നമുക്ക് കേന്ദ്ര സർക്കാർ അങ്ങനെ സഹായിക്കാനായി. അപ്പൊ ശബരിമലയിലേക്ക് തീവണ്ടിപ്പാത ഉണ്ടാക്കുന്ന റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനാണ്. പിന്നെ എരുമേലി വിമാനത്താവളം ഉണ്ടാക്കാൻ പോകണം. ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനാണോ? വിമാനത്താവളം തീവണ്ടിപ്പാത ഉണ്ടാക്കാൻ നടക്കുന്ന പിണറായി സർക്കാർ ഈ ഇതുമായിട്ട് ഇറങ്ങി തിരിച്ചത് ഇന്ന് 9 കൊല്ലത്തിനിടയ്ക്ക് തോന്നിയ ബുദ്ധിയാണോ? സർക്കാർ ഇറങ്ങാൻ നേരത്ത് തോന്നിയ ബുദ്ധിയാണോ? വിമാനത്താവളത്തിന്റെ പരിപാടികളുണ്ട്. എത്ര കാലമായി നിങ്ങൾ കേൾക്കണില്ലേ? എരുമേലി വിമാനത്താവളം ശബരിമലക്കല്ലാതെ പിന്നെ എങ്ങോട്ടുള്ള വിമാനത്താവള ഇപ്പൊ സർക്കാർ തുടങ്ങിയതാണ്. പിന്നെ BJP-ന്ന് കോൺഗ്രസിലേക്ക് പോയ നേതാവ്, ആ നേതാവിനോട് ചോദിക്കണം. ആ നേതാവിന്റെ അന്നത്തെ നേതാവ് ബയ്യാജി ജോഷി, ആ നേതാവ് അന്നത്തെ പത്രം ജന്മഭൂമി, സന്ദീപ് വാര്യയുടെ അന്നത്തെ പത്രം, ഇന്ന് ജന്മഭൂമി അദ്ദേഹം വരുത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്ത്രീകൾക്കിനി മല ചവിട്ടാം. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നേതാവ്, പഴയ നേതാവല്ല, ഇപ്പോഴത്തെ നേതാവ് രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? എന്താ രാഹുൽ ഗാന്ധിയുടെ നിലപാട്? സുപ്രീം കോടതി വിധിയെ രാഹുൽ ഗാന്ധി എതിർത്തോ അതോ സ്വാഗതം ചെയ്തോ? സന്ദീപ് വാര്യരോട് ചോദിക്കുകയാണ്. അപ്പൊ കോടതി വിധി വന്നപ്പോ RSS-ന്റെ നിലപാടുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിന് AICC-ക്ക് നിലപാടുണ്ട്, രാഹുൽ ഗാന്ധിക്ക് നിലപാടുണ്ട്, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു നിലപാടുണ്ട്. സുവർണാവസരം തേടിയിട്ട് ശബരിമല ചോരയൊടുക്കാൻ നടന്ന കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല കേട്ടോ. ഈ 9 കൊല്ലത്തിനിടയ്ക്ക് അയ്യപ്പ ശാപം ഞങ്ങൾക്ക്. അത് ശരി. അങ്ങനെയാണെങ്കിൽ 12 ജില്ല, ശബരിമലയുള്ള 12 ജില്ലയിൽ ഒരൊറ്റ സീറ്റുണ്ടോ കോൺഗ്രസിന്? അയ്യപ്പ ശാപം കൊണ്ടാണോ കോൺഗ്രസിന് ഒരു സീറ്റില്ലാതെ പോയത്? സന്ദീപ് വാര്യർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ആയിരുന്നല്ലോ അല്ലെ? ഈയിടെയാണല്ലോ മാറിയത്. അവിടെ ആ കറുത്ത ഉടുപ്പിട്ടുകൊണ്ട് നിങ്ങളുടെ നേതാവ് നടന്നല്ലോ. ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ എന്താ ഈ അവസ്ഥ? നിയമസഭയിൽ ഉണ്ടായിരുന്ന വട്ടപൂജ്യം ഇപ്പോ ശബരിമലയിൽ നിങ്ങൾ ഈ ചോരയെടുക്കാൻ നടന്നപ്പോ ഒരു സീറ്റ്, ഇപ്പൊ 0. അപ്പൊ അയ്യപ്പ ശാപം RSS-ന് നേരെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരെയാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരള ചരിത്രത്തിൽ CPM-നും CPI കൂടെ കേവല ഭൂരിപക്ഷം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരള നിയമസഭ കേവല ഭൂരിപക്ഷമുണ്ട്. അത് കഴിഞ്ഞ 2020-21 തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അപ്പൊ ഞങ്ങൾക്ക് അയ്യപ്പ ശാപമാണോ?
ആ അയ്യപ്പ ശാപം ഉള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 2 പാർട്ടി കൂടെ കേവല ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷമുള്ള കേരളത്തിൽ ഈ കൊല്ലങ്ങളിലെല്ലാം ശബരിമല തീർത്ഥാടനം ഞങ്ങൾ വളരെ മാതൃകാപരമായി നടത്തിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തീർത്ഥാടനം അത് അയ്യപ്പനെതിരായിട്ടാണ്. പിന്നെന്താണ്, എന്താ ഇപ്പൊ പരിപാടി? ഇത് ദേവസ്വം ബോർഡ് ആ പരിപാടി നടത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ പോയപ്പോ ദേവസ്വം ബോർഡിന്റെ കത്തുമായിട്ടല്ലേ പോയത്. അപ്പൊ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ചിരുത്തി, പഴയ കോൺഗ്രസ്സുകാരനാണല്ലോ, വിളിച്ചിരുത്തിയിട്ട് പ്രതിപക്ഷ നേതാവിന് ചോദിക്കാൻ പറ്റേ എന്താ വന്നത്, എന്താ നിങ്ങളുടെ പരിപാടി, സംശയം വല്ലതുകൊണ്ട് ചോദിക്കാൻ പറ്റേ, എന്താ ചോദിക്കാത്തത്? അതല്ലേ സംവാദം. ഇവിടെ ഒരു SDP-യുടെ നമ്മുടെ കൈവെട്ട് സംഘത്തിന്റെ നേതാവുണ്ടല്ലോ, പേര് ഞാൻ മറന്നുപോയി അദ്ദേഹത്തിന്റെ, ഇവിടെ ചർച്ച പങ്കെടുക്കുന്ന ഒരാളുണ്ടല്ലോ, ആ തേജസ് പത്രത്തിന്റെ പഴയ ഒരു എഡിറ്ററോ എന്തോ ഒരു നേതാവാണല്ലോ അദ്ദേഹം. ഇവിടെ ചർച്ച പറയുന്നത് കേട്ടല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഏതോ ഒരു വിജയന്റെ ഒരു വാസവന്റെ കാര്യം. അത് ആരാന്ന് അദ്ദേഹത്തിന് അറിയില്ല, മലയാളിയാന്ന് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്കൊന്നും വിളിക്കരുത് കേട്ടോ. മുഖ്യമന്ത്രിയൊക്കെ അപമാനിക്കാൻ കെട്ടും കെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറെ പേരുണ്ട്, അവരെ ഒന്നും ചർച്ചയ്ക്ക് വിളിക്കരുത്. മര്യാദയ്ക്ക് വർത്തമാനം പറയുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കണം. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റാണ്, 9.5 കൊല്ലമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇങ്ങേരോട് എന്താ പഠിച്ചത്? വിജയൻ മടിയിലിട്ട് വളർത്തുകയാണോ വിജയനെ? അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കൊക്കെ മനസ്സിനകത്ത് കുറെ കുശുമ്പുണ്ട്. പക്ഷെ നിങ്ങളുടെ കുശുമ്പ് പോലല്ലേ ഈ കേരളം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂടെ ശബരിമലയും. ഇന്നത്തെ വികസനം പോരാ, അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. നിങ്ങളെ മാസ്റ്റർ പ്ലാൻ കണ്ടിട്ടുണ്ടോ? ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് ശബരിമലയ്ക്ക് 1526 കോടി രൂപയുടെ വികസന പദ്ധതികൾ പണം കൊടുത്തു. മനസ്സിലായിട്ടുണ്ടോ? കോവിഡ് കാലത്ത് ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങൾക്ക് പണം കേരളത്തിന്റെ സർക്കാർ അങ്ങോട്ട് കൊടുത്ത് മറന്നുപോയിട്ടുണ്ടോ? അതിന് വികസനത്തിന് പണം ഒഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് തുടങ്ങിയത്, അധികാരം തീരാൻ നേരം തുടങ്ങിയതാണോ? പക്ഷേ സ്പോൺസർഷിപ്പിലൂടെയാണ് പണം കണ്ടെത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കോടതിയിൽ വിശദീകരിക്കുന്ന സമയത്ത് അങ്ങനെ സാധ്യമാകുന്നത് എങ്ങനെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ സുതാര്യമായി പരിഗണിക്കണമെന്ന കാര്യം കോടതി അടക്കം നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു വാക്കുകൂടെ പറയട്ടെ, പെട്ടെന്ന് കോടതിയോട് ഞാൻ അപേക്ഷയുണ്ട് കേട്ടോ. കോടതി ഇവരുടെ നിലവാരത്തിൽ സംസാരിക്കരുത്. ഇപ്പൊ ചർച്ച പങ്കെടുത്തവരുടെ നിലവാരത്തിൽ കോടതി സംസാരിക്കരുത്. ഇന്നലെ കോടതിയിൽ ഒരു കേസ്, ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്കെല്ലാം നിലവാരം കമ്മിയാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നത് ജനാധിപത്യപരമല്ല. ആ നില സ്വീകരിക്കാൻ കഴിയില്ല. എല്ലാ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇപ്പൊ അങ്ങ് കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ഇടപെട്ടതേയില്ല. ഇത് നേരത്തെ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് എന്നറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആരും പറയുന്നതിനിടയിൽ ഇടപെടാതിരുന്നത്. പക്ഷേ കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ കോടതിയുടെ നിലവാരം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെയൊക്കെ നിലവാരത്തെ നമ്മൾ എത്രത്തോളം സഹിഷ്ണുതയോടെ കാണും. അപ്പോൾ കോടതിയുടെ നിലപാടിനെ പോലും നമ്മൾ ഖണ്ഡിക്കുകയാണെങ്കിൽ അതിന് നിലവാരം പോരാ എന്ന് പറയുകയാണെങ്കിൽ അതിൽ നിയമവിരുദ്ധതയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നിലവാരം പോരാ എന്നാണ് പറയുന്നതെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ എങ്ങനെയായിരിക്കും കാണുക എന്നുള്ളത് അതൊരു ജനാധിപത്യ വിരുദ്ധതയാണ്. അഡ്വക്കേറ്റ് കെ. അനിൽകുമാർ.